ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സമൂസ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഈ സമൂസ ഉണ്ടാക്കുന്നത് സ്വീറ്റായിട്ടാണ്, നല്ല മധുരമുള്ള സമൂസയാണ്. അപ്പോൾ എരിവുള്ള സമൂസ കഴിച്ച് മടുത്തവർക്കൊക്കെ നമുക്ക് മധുരമുള്ളൊരു സമൂസ ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴാണ് നമുക്ക് ഇതിലേക്കുള്ള പഴം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പഴം വെച്ചിട്ടാണ് ചെയ്യണത്. നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ സമൂസയൊക്കെ ഉണ്ടാകും, പക്ഷേ കുഞ്ഞു മക്കൾക്ക് കഴിക്കാൻ കഴിയില്ല, നല്ല എരിവാണ് ഈ കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ആയിട്ടാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. ഞാൻ ബദാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചെറിയ തേങ്ങയാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ പഴത്തിനും ഈന്തപ്പഴത്തിനും ഒക്കെ ഇത് നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ സമൂസ ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്തിരി മൈദപ്പൊടി കലക്കി വെച്ചതാണ്, അത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. നമ്മൾ സമൂസ ഇവിടെ റെഡിയായി. ഇപ്പോൾ നമ്മളെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ചൂടായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. ഇനി ഒരു വശം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ സമൂസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മാറ്റുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ ഏതെങ്കിലും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യുക കേട്ടോ.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.